ഹലോ ഫ്രണ്ട്സ്, എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ രാവിലെ ഞാൻ നേരത്തെ എഴുന്നേറ്റു. അങ്ങനെ ഇരുന്നപ്പോൾ എനിക്കൊരാഗ്രഹം, ഒന്ന് ഷോപ്പിങ്ങിന് പോയാലെന്തോന്ന്. അങ്ങനെ നേരെ വിട്ടു. ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ കേട്ടോ. ഫസ്റ്റ് ടൈമാണ് ഞാൻ ബസ്സിൽ കയറി ഒന്ന് ഷോപ്പ് ചെയ്യാമെന്ന് വിചാരിക്കുന്നത്. എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഇവിടെ സ്ഥലങ്ങളൊന്നും അത്ര പിടുത്തമില്ല. ഇവിടെ അടുത്ത് തന്നെയാണ് പോയത്. ഫായയിലേക്ക് പോകാമെന്നാണ് വിചാരിച്ചത്. എന്താണെന്നറിയത്തില്ല, രാവിലെ എഴുന്നേറ്റപ്പോൾ ഒരു ആഗ്രഹം, ഒന്ന് പോയി ഷോപ്പ് ചെയ്തിട്ട് വന്നാൽ എന്താണെന്നത്. കാര്യം നാട്ടിൽ പോകുമല്ലേ. അപ്പോൾ ഞാൻ ബസ്സിലിരിക്കുമ്പോൾ നോക്കുന്നുണ്ട് കേട്ടോ, സ്ഥലമൊക്കെ കറക്റ്റാണോ. ഇതുവഴിയൊക്കെ ഒരുപാട് തവണ പോയിട്ടുണ്ടെങ്കിലും ശരിക്കും എനിക്ക് ഇവിടുത്തെ വഴികളൊന്നും അറിയത്തില്ല കേട്ടോ. എല്ലാ വഴികളും ഒരുപോലെ ഇരിക്കും. അതുകൊണ്ട് എപ്പോഴും എനിക്ക് തെറ്റിപ്പോവും. എന്തായാലും ഒരു ധൈര്യം സംഭരിച്ച് ഞാൻ എന്തായാലും ബസ്സിൽ കയറി യാത്ര തുടങ്ങി. ഫായയിലെത്തി കഴിഞ്ഞിട്ട് ലുലുവും റെഡ് ടാഗും മാക്സും ഒക്കെ എവിടെയാണെന്നൊന്നും എനിക്ക് ഒരു പിടുത്തമില്ല. പിന്നെ ആരുടെയൊക്കെ ചോദിച്ച് ഞാൻ അവിടെയൊക്കെ എത്തി. അപ്പോഴാണ് റെഡ് ടാഗിൻ്റെ ബോർഡ് കണ്ടത് കേട്ടോ. റെഡ് ടാഗിൻ്റെ ബോർഡ് കണ്ടപ്പോഴത്തേക്ക് അവിടെ 70% സെയിൽ. പിന്നെ ഞാൻ ചാട് റെഡ് ടാഗിൽ കയറി. അവിടെ നിന്ന് നേരെ ലുലു കയറി. അവിടെ ലുലുവിലൊക്കെ ടോപ്പും കാര്യങ്ങളും ഒക്കെ നോക്കി. പക്ഷേ എനിക്കിഷ്ടപ്പെട്ടതൊന്നും എനിക്ക് അവിടെ നിന്ന് കിട്ടിയില്ല കേട്ടോ. പിന്നെ ടോപ്പിൻ്റെ സെക്ഷൻ ലുലുന്ന് വിട്ടിട്ട് ഞാൻ നേരെ താഴെ പോയപ്പോഴത്തേക്ക് നല്ല വിശപ്പായി. അപ്പോൾ പിന്നെ നമ്മുടെ മെയിൻ പരിപാടി ഫുഡ് അടി തന്നെയാണല്ലോ. അപ്പോൾ ഞാനൊരു ചായയും കട്ട്ലറ്റും കഴിച്ചു കേട്ടോ. രാവിലെ ഒന്നും കഴിച്ചില്ലായിരുന്നു. കാര്യം രാവിലെ എഴുന്നേറ്റപ്പോൾ തന്നെ ഇങ്ങനെ ഒരു ആഗ്രഹം തോന്നിയപ്പോൾ നേരെ ഇറങ്ങിയതാണ്. എന്നിട്ട് ഞാൻ ലുലുവിൻ്റെ കൗണ്ടറിൽ പോയി നോക്കി, എന്തെങ്കിലുമൊക്കെ ഉച്ചക്കത്തേക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് ഇവിടുന്ന് വാങ്ങിക്കൊണ്ട് പോയാൽ മതിയല്ലോ. അങ്ങനെ ഞാൻ നോക്കിയപ്പോഴത്തേക്കും ദം ബിരിയാണി കണ്ടു. അങ്ങനെ ചെറിയൊരു ബോക്സിൽ ഞാൻ ദം ബിരിയാണി വാങ്ങിച്ചു, കഴിക്കാമല്ലോ എന്ന് കരുതി. എന്നിട്ട് ചുമ്മാ ഒന്ന് റൗണ്ട് അടിച്ചു. ഫുള്ള് കേക്കുകളായിരുന്നു കേട്ടോ ആ സെക്ഷൻ മുഴുവൻ. കാരണം ക്രിസ്മസ് അല്ലേ, അപ്പോൾ വെറൈറ്റി ഒരുപാട് കേക്കുകൾ ഉണ്ടായിരുന്നു. അതിനിടയ്ക്കാണ് ഞാൻ പണ്ട്, നമുക്ക് ഓർമ്മയുണ്ടോ, ഈ ക്രീം കേക്കൊക്കെ വരുന്നതിന് മുമ്പുള്ളൊരു ടൈപ്പ് കേക്ക് നമ്മൾ ഈ ബേക്കറിയിലൊക്കെ, ഞാനൊക്കെ ചെറുതിലായിരിക്കും ഇപ്പോൾ ബേക്കറിയിൽ ഇരിക്കുന്ന കേക്ക്, അതായത് ഈ ഐസിങ് കേക്ക്, അത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ആഗ്രഹമായിട്ട് അത് കഴിക്കാനായിട്ട്. അത് കഴിഞ്ഞ് നേരെ ഞാൻ ഈ സ്വീറ്റ്സിൻ്റെയൊക്കെ സെക്ഷനിലേക്ക് പോയി. സാധാരണ എൻ്റെ കൂടെ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ എനിക്കിഷ്ടപ്പെട്ട എന്തെങ്കിലും എടുക്കുമ്പോഴത്തേക്ക് ആരെങ്കിലും എന്നോട് ചോദിച്ചാൽ എടി എന്തിനാണ് ഇത് എടുക്കുന്നതെന്ന് ചോദിച്ചാൽ അപ്പോഴേ ഞാനതങ്ങ് എന്നാൽ പിന്നെ വേണ്ടാന്ന് വെച്ചങ്ങ് വെക്കും. ഇന്ന് എൻ്റെ ഇഷ്ടത്തിന് ഇഷ്ടം പോലെ സമയമെടുത്ത് ഷോപ്പ് ചെയ്യാൻ പറ്റി. അത് ആസ്വദിച്ച് ചെയ്യാനും പറ്റി. ശരിക്കും നമ്മൾ ഒറ്റയ്ക്ക് ഇതുപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ശരിക്കും എനിക്ക് ഒറ്റയ്ക്ക് ഞാൻ ഫസ്റ്റ് ടൈം ആയിരുന്നു കേട്ടോ. അവിടെ നിന്ന് ഇറങ്ങി നേരെ മാക്സിലേക്ക് പോയി. മാക്സിൽ പോയി ഒരു ഡ്രസ്സ് വെറുതെ ഒന്ന് ട്രയൽ ചെയ്ത് നോക്കി. കുഴപ്പമില്ല, 2-3 എണ്ണം പിന്നെയും ട്രയൽ ചെയ്ത് നോക്കി കേട്ടോ. എന്നിട്ട് നേരെ ഒരു ടാക്സി വിളിച്ച് നേരെ ആ ടാക്സിക്കാരൻ ചേട്ടൻ എന്നെ ഹെൽപ്പ് ചെയ്യാനായിട്ട് എൻ്റെ നിന്ന് കവറൊക്കെ മേടിച്ച് നേരെ ടാക്സി കയറി തിരിച്ച് ഞാനിഞ്ഞ് പോന്നു. ഒരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് തന്നെ എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. എന്നാലും കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്ത്. ഇത് നമ്മൾ പഠിക്കണമല്ലോ അല്ലേ. ആരും ഇല്ലെങ്കിലും നമ്മൾ ഇതേപോലെ പുറത്തൊക്കെ പോയി ഷോപ്പ് ചെയ്യാനും, നമ്മൾ പുറത്ത് പോയി ഒറ്റയ്ക്ക് താമസിക്കാനും ജീവിക്കാനും ഒക്കെ പഠിക്കുന്നത് എന്തുകൊണ്ടും സ്ത്രീകൾ നല്ലത് തന്നെയാണ്. അങ്ങനെ നേരെ തിരിച്ച് ഞാനിഞ്ഞ് വീട്ടിലെത്തി. അത് കഴിഞ്ഞിട്ട് ഞാൻ ദം ബിരിയാണി കഴിച്ചു. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ ടാറ്റ ബൈ ബൈ.